ഗൈസ് നമ്മൾ ക്യാമിൻ്റെ കവർ അയച്ച് നോക്കിയാണ് കേട്ടോ. അതിൻ്റെ ടാപ്പറ്റ് പൊട്ടി കിടക്കുകയാണ് അതിൻ്റെ സൗണ്ട്. അപ്പോൾ 2 എണ്ണം ടാപ്പറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാപ്പറ്റ് ഊരിയെടുക്കാം. ഇവിടുത്തെ ഫസ്റ്റ് സിലിണ്ടറിൻ്റെയാണ് 2 എണ്ണം പൊട്ടി കിടക്കണേ. അതാണ് പൊട്ടിപ്പോയത്. ഇതുപോലെ 1 എണ്ണം കൂടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഊരിയെടുക്കാം. ഐസ് നമ്മളങ്ങനെ അയച്ചു കേട്ടോ. അയച്ചപ്പം കിട്ടിയതിൽ വെച്ചാൽ ഒരു റോക്ക് റാമ്പിൻ്റെ ടാപ്പറ്റ് പൊട്ടിക്കിടക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ ടൈമിങ് ക്യാം ഷാഫ്റ്റ് അയക്കാൻ വേണ്ടി ബെൽറ്റ് അയച്ചിടാൻ വേണ്ടി നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്തപ്പം പമ്പിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് വയ്ക്കുമ്പം ക്യാം ഷാഫ്റ്റ് കറക്റ്റല്ല. അതുപോലെ തന്നെ ക്രാങ്ക് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ശരിക്കും ഈ ഗാഡി ഈ ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കാറുള്ളത്. പക്ഷേ ഈ ഒരു പൊസിഷൻ ഇപ്പോൾ ഇരിക്കുന്നത് തെറ്റാണ്. ഇനി നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ ക്യാം ഷാഫ്റ്റും പമ്പും ലോക്ക് കറക്റ്റാവില്ല. ഇതാണ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ഗാഡി ഇളക്കിയിട്ടിട്ട് ക്രാങ്ക് കറക്കി ഈ ഒരു പൊസിഷനിലാക്കി. ഈ ഒരു പൊസിഷനിലാണ് നിൽക്കേണ്ടത്. ശരിക്കും ഇതിന് ക്രാങ്ക് ലോക്കുണ്ട്. ഇതാണ് അതിൻ്റെ ക്രാങ്ക് ലോക്ക്. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ക്രാങ്കും ആ മുകളിലത്തെ നമ്മളെ ലോക്കിലെ മാർക്കും ഈ ക്രാങ്ക് ഷാഫ്റ്റിലെ പുള്ളിയുടെ മാർക്കും സെയിം ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ പിറകിലത്തെ ഗാഡി അത് സെയിം ആണെങ്കിൽ ക്രാങ്ക് ഓക്കെയാണ്. ഇപ്പോൾ ലോക്കാണ്. ഇപ്പോൾ നമുക്ക് ഇനി മുകളിൽ നോക്കാം. നമുക്ക് ക്യാം ഷാഫ്റ്റിലെ ലോക്ക് ഇവിടെയാണ് പറഞ്ഞത്. അത് നമുക്ക് ഇപ്പോൾ ഹോള് കറക്റ്റല്ല. ഇടുമ്പോൾ ലോക്കാവില്ല, ജസ്റ്റ് കയറ് മാത്രമേ ഉള്ളൂ, ലോക്കാവില്ല. അപ്പോൾ നമുക്ക് ടൈമിംഗ് ആണ് മാറിയത്. അങ്ങനെയാണ് ഇത് പോയത്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ഫുള്ള് വായിച്ച് കറക്റ്റ് പൊസിഷനിലൊക്കെ വെച്ച് ക്ലിയർ ചെയ്യാം.